നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആയുസിൻ്റെ അധ്വാനമാണ്. മാത്രമല്ല നമ്മുടെ ഒരു സ്വപ്നവും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. ഒരു വീട് പണിയിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സിമൻസ് ആണ്. ഈ സിമൻറ്റിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. പലപ്പോഴും നമ്മുടെ സൈറ്റിലെ പല ലേബേഴ്സും വളരെ അശ്രദ്ധമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരു സിമൻറ്റ് ബാഗ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, ഇതിനകത്തേക്ക് നമ്മുടെ കോൺക്രീറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഇത് മിക്സ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിൻ്റെ ക്യൂറിങ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം ധാരാളം അറിവുകളാണ് സുനീർ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ പേജിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കാണാം. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഒരു സിമെൻറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ആണ്. പലപ്പോഴും പല തൊഴിലാളികളും കണ്ടിട്ടുണ്ട്, അവരുടെ ജോലിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം ഇതിനകത്തേക്ക് ചേർക്കും. നമ്മൾ അധിക വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ഇത് ബാധിക്കും. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞാൽ ഇത് വളരെ ദൃഢമായി പോകും, നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും പല സൈറ്റുകളിലും തോന്നിയതുപോലെയാണ് പലപ്പോഴും ലേബേഴ്സ് വെള്ളം ചേർക്കുന്നത്. ഒരു സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടതിൽ കൂടുതൽ വെള്ളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം ലൂസായിരിക്കും. പലപ്പോഴും ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് എളുപ്പമായിരിക്കും ഈ ഒരു സംഗതി, പക്ഷേ അത് നമ്മുടെ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യില്ല. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടുള്ള ഒരു സിമെൻറ്റാണ്. ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതേ സമയം നമ്മുടെ ഇപ്പുറത്ത് കാണുന്നത് നമുക്ക് വേണ്ടത്ര വെള്ളം ഉപയോഗിക്കാതെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സിമെൻറ്റാണ്. ഇങ്ങനെയും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് ഓരോ നിർമ്മാണ കമ്പനിയും പറയുന്ന കൃത്യമായിട്ടുള്ള ആ ഒരു വാട്ടർ കണ്ടീഷനുണ്ട്. ഏറ്റവും നല്ലൊരു സിമെൻറ്റ് ബാഗ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ മിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ക്യൂറിങ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ ക്യൂറിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ക്യൂറിങ് നമുക്ക് രണ്ട് രീതിയിലാണ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് ആ ഒരു ഡ്രൈ വാളിലേക്ക് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് ക്യൂറിങ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് ചാക്ക് പോലുള്ള വസ്തുക്കൾ കൊണ്ടിട്ട് നമുക്ക് പൊതിഞ്ഞിട്ട് അതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാം. അപ്പോൾ ഒരു സിമൻറ്റ് സ്ട്രെങ്ത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ക്യൂറിംഗ് ആണ്, അഥവാ നനയ്ക്കലാണ്. ഇനി മറ്റൊന്നാണ് എപ്പോഴും വൃത്തിയുള്ളതും വരണ്ടതുമായ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സിമൻറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് എപ്പോഴും നമ്മുടെ സൈറ്റുകളിൽ പാലിക്കപ്പെടണമെന്നില്ല. പലപ്പോഴും നമ്മുടെ പല ബാഗ് സിമൻറ്റുകളും മഴ നനഞ്ഞും മറ്റുമൊക്കെ ചീത്തയായി പോകാറുണ്ട്, സെറ്റായി പോകാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത്. കഴിയുന്നതും ഏറ്റവും അടുത്ത് തന്നെ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള സിമൻറ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇതിൻ്റെ ഒരു ബാഗിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഓരോ കമ്പനികളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒരു കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് സിമൻറ്റ് മിക്സ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ മുന്നിലിരിക്കുന്നത് നമ്മുടെ ഡാൽമിയയുടെ DSP എന്ന് പറയുന്ന കോൺക്രീറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിമൻറ്റാണ്. നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളിലും നമ്മൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് 1:2:3 എന്ന് പറയുന്ന അനുപാതത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാറുള്ളത്. അതായത് ഇതിൻ്റെ ഒരു ഭാഗം സിമൻറ്റ്, 2 ഭാഗം മണൽ, 3 ഭാഗം അഗ്രിഗേറ്റ്, അതായത് നമ്മുടെ ചരൽ. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം. നമുക്ക് 20 മുതൽ 30 ലിറ്റർ വരെ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും പ്രോപ്പറായിട്ട് മിക്സർ മെഷീൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലൊരു മികച്ച കോൺക്രീറ്റ് അനുഭവം നമുക്ക് കിട്ടും. ശ്രിങ്കേജ് ക്രാക്സ് അതുപോലുള്ള മറ്റ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഇത്തരം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയാൽ അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പണി സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വാഷ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ സമയമൊക്കെ താമസിച്ച് ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് പിന്നീട് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ മികച്ചൊരു കോൺക്രീറ്റ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അത് നമ്മുടെ കെട്ടിടങ്ങളുടെ ദീർഘകാലത്തിലേക്കുള്ള ബലത്തിനും കാര്യങ്ങൾക്കും ഒക്കെ കാരണമാവും. അപ്പം ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അതുവരേക്കും ബൈ ബൈ.